പരിശുദ്ധ കന്യയുടെ വിരക്ത ഭർത്താവ്. ദൈവം പരിശുദ്ധ കന്യകയെ അനാദിയിലെ തന്നെ തിരഞ്ഞെടുത്തു. അവളെ ദൈവമാതൃ പദവിയിലേക്ക് ഉയർത്തി. ദൈവജനനിയുടെ മഹത്വത്തിനെല്ലാം നിദാനം അവളുടെ ദൈവമഹത്വമാണ്. സംഭവം 1962 ചന്ദ്ര മിഷൻ പരിശുദ്ധ സിംഹാസനം കേരള സഭയെ ഏൽപ്പിച്ചു. ഈ മിഷൻ രൂപതയുടെ ആദ്യകാലത്ത് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു മലയാളി വൈദ്യനുണ്ടായ അനുഭവമാണിത്. ചന്ദ്രയിലെ കാക്കാസന നഗറിൽ നിന്നും മാർയൗസേപ്പ് പിതാവിൻ്റെ ഉത്തമ ഭക്തനായ അദ്ദേഹം ഒരു ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. ക്രിസ്തുമത വിരോധികളായ ചില വർഗീയ ഭ്രാന്തന്മാരുടെ താവളത്തിലാണ് അദ്ദേഹം ചെന്നുപെട്ടത്. സംസാരത്തിലും പെരുമാറ്റത്തിൽ നിന്ന് അദ്ദേഹം ഒരു ക്രൈസ്തവനാണെന്ന് അവർ മനസ്സിലാക്കി. വിരോധികൾ സ്നേഹഭാവത്തിൽ അടുത്തുകൂടി. സമയം സന്ധ്യ. ഉടനെ അവിടം വിട്ട് പോകരുതെന്ന്, പോയാൽ വലിയ അപകടം വരാൻ ഇടയുണ്ടെന്ന് പറഞ്ഞ് അവർ അദ്ദേഹത്തെ ഒരു വീട്ടിലേക്ക് നയിച്ചു. സംശയത്തിന് ഇടവരാത്ത വിധം അവർ മിക്കവരും തന്നെ പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന് ചില സംശയങ്ങൾ തോന്നി തുടങ്ങി. ഈ അവസരത്തിൽ തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളതായി മാർയൗസേപ്പ് പിതാവേ ഉള്ളൂ എന്ന ശരണത്തോടെ അദ്ദേഹം പ്രാർത്ഥിച്ചു. അതാ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സമീപത്ത് വന്നു. അയാൾ പറഞ്ഞു, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് മതവൈരാഗികളുടെ താവളത്തിലാണ്. വേഗം രക്ഷപ്പെടുക. ആ മനുഷ്യൻ്റെ വാക്കുകളിൽ വൈദ്യന് വിശ്വാസം തോന്നി. പക്ഷേ രക്ഷപ്പെടാൻ പോകാൻ കയ്യിൽ പണമില്ല. ആ മനുഷ്യൻ 50 രൂപ വൈദികൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എത്രയും വേഗം ഒരു ടാക്സിയിൽ കയറി അടുത്തുള്ള പട്ടണത്തിലേക്ക് പോകുക. ഞാൻ വിദ്യാഭ്യാസം ചെയ്തത് ഒരു കത്തോലിക്ക കോളേജിലാണ്. നിങ്ങളെ ഈ അവസരത്തിൽ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്നു ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ആ മനുഷ്യനോട് പണം വാങ്ങി ടാക്സി കാർ പിടിച്ച് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി. കാറിൽ കയറുമ്പോൾ തന്നെ ആദ്യം സ്വീകരിച്ചവർ മദ്യപിച്ച് കൊലയായുധങ്ങളുമായി സന്ധ്യയ്ക്കു വിശ്രമിച്ച വീടിനെ സമീപിക്കുന്നത് വൈദികൻ കണ്ടു. നിർണായക നിമിഷങ്ങളിൽ തന്നെ സഹായിച്ച മാർയൗസേപ്പിനെ അദ്ദേഹം സ്തോത്രം ചെയ്തു. ജപം. മഹാത്മാവായ മാർയൗസേപ്പേ, പരിശുദ്ധ ദൈവജനനിയുടെ വിരക്ത ഭക്താവായി ദൈവം അങ്ങേ തിരഞ്ഞെടുത്തത് മൂലം അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന മഹത്വം എത്ര ആഗ്രഹമാണ്. ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു. അങ്ങ് ആവശ്യപ്പെടുന്നതെല്ലാം നൽകുവാൻ ലോകരാജ്ഞി ഒരർത്ഥത്തിൽ കടപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ അങ്ങേ മക്കളായ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അവിടുത്തെ പ്രിയ പത്നിയായ പരിശുദ്ധ കന്യാമറിയോടെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ കന്യാമറിയത്തെയും അങ്ങേയും സ്നേഹിക്കുവാനും അനുകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങളുടെ സുഹൃത മാതൃക ഞങ്ങൾക്ക് വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിനുള്ള പ്രചോദനമാവട്ടെ. സർവ്വസ്നേഹങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടതാവുന്നു. പരിശോധനമേ തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സർവ്വസ്വനായ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക. ലോകരക്ഷകനായ ക്രിസ്തുവേ,
പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധമേ, പരിസമറിയമേ, വിശുദ്ധ യൗസേപ്പേ, ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ദൈവജനനിയുടെ ഭർത്താവേ, പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാര, ദൈവകുമാരന്റെ വളർത്തുപിതാവേ, മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, തിരുക്കുടുംബത്തിന്റെ നാഥനെ, എത്രയും നിർമ്മലനായ വിശുദ്ധ യൗസേപ്പേ, മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പേ, മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പേ, മഹാധീരനായ വിശുദ്ധ യൗസേപ്പേ, അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പേ, മഹാവിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ക്ഷമയുടെ ദർപ്പണമേ, ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, തൊഴിലാളിയുടെ മാതൃക, കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, കന്യകളുടെ സംരക്ഷക, കുടുംബങ്ങളുടെ ആധാരമേ, നിർഭാഗ്യരുടെ ആശ്വാസമേ, രോഗികളുടെ ആശ്രയമേ, മരണാവസ്ഥയിരിക്കുന്നവരുടെ മധ്യസ്ഥ, പിശാചുക്കളുടെ പരിഭ്രമമേ, തിരുസഭയുടെ പാലക, മൂലഭാവങ്ങൾ നിൽക്കുന്ന ദൈവജംരാട്ടിക്കുട്ടിയാകുന്ന ഈശ്വരാനെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൂലഭാവങ്ങൾ നീക്കുന്ന ദൈവജംരാട്ടിക്കുട്ടിയാകുന്ന ഈശ്വരാനെ കർത്താവേ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. മൂലഭാവങ്ങൾ നീക്കുന്ന ദൈവജംരാട്ടിക്കുട്ടിയായിരിക്കുന്ന ഈശ്വരതമ്പുരാനെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശ്വസ്തനും ആയ വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയം നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിയമിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ മാർ യൗസേപ്പേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സദാ പരിപാലിക്കണമേ.